നമ്മുടെ ടൈം സ്പാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. എത്ര മാസം കൂടി ഇനി നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. അറിയുന്നൊരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മരണത്തിന് മുമ്പല്ല, കർത്താവിൻ്റെ വരവ് മുമ്പ് നമ്മൾ കേൾക്കുന്ന അവസാന സന്ദേശമായി ഈ രാത്രിയിലത്തെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് ശിരസ്സ് താഴ്ത്തുവാൻ ഈ ദേശത്തെ ചിലരെ ദൈവം ഒരുക്കട്ടെ, വിദൂരതയിൽ കേൾക്കുന്ന ചിലരെ ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോടും ഈ ദേശത്തോടും സംസാരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് പരിശുദ്ധാത്മാവ് നൽകിയ ദൂതിലേക്ക് പ്രവേശിക്കുന്നു. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പറയാനേ അറിയൂ. ഞാനിവിടെ നിന്നപ്പോൾ ഞാനങ്ങ് പാടിയതല്ല. നല്ലപോലെ പാടുന്നവരുണ്ട്, അവരിനി നമുക്ക് വേണ്ടിയൊക്കെ പാടും. ഞാൻ ഇടയ്ക്ക് പാടുമ്പോൾ അവരെന്നോട് കൂടെ നിൽക്കും. നല്ല ഗായകസംഘത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം എടുക്കണം, ഇടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അവിടുത്തെ അദൃശ്യ സാന്നിധ്യം നന്ദി. വായിച്ച വേദഭാഗത്തും ഇന്ന് രാത്രി ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കാൻ പോകുക സ്തോത്രം. ഈ ദേശത്തോട് അങ്ങ് സംസാരിക്കണം. വന്ന് ദൈവമക്കളോട് സംസാരിക്കണേ. വലിയ ദൈവശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിക്കണം. അവിടുത്തെ കരം ഞങ്ങളെ തൊടുന്ന രാത്രിയാക്കണം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുക സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങളെ സ്പർശിക്കാൻ പോകുക സ്തോത്രം. ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക സ്തോത്രം. പ്രാർത്ഥന കണ്ടാൽ നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാതുറന്ന ശക്തിയോട് സ്തോത്രം ചെയ്യാം. സർവാധികാരിയായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി നമ്മളിവിടെ പ്രസംഗിക്കാൻ പോകുകയാണ്. ഞാനിവിടെ കയറി വന്നപ്പോൾ പാടിക്കൊണ്ടിരുന്ന പാട്ടും അതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ നാമം ഭൂതങ്ങൾ അലറിയോടുന്ന നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ്. യേശു സർവാധികാരിയാണ്. യേശു ഭൂതത്തിന്മേലും ഭൂതബാലരുടെ മേലും അധികാരമുള്ളവനാണ്. യേശു രോഗത്തിന്മേലും രോഗിയുടെ മേലും അധികാരമുള്ളവനാണ്. യേശു കർത്താവ് മരണത്തിന്മേലും മരിച്ചവരുടെ മേലും അധികാരമുള്ളവനാണ്. യേശു കർത്താവ് പ്രകൃതിയുടെ മേലും പ്രകൃതി ശക്തിയുടെ മേലും അധികാരമുള്ളവനാണ്. നീ ജോലി ചെയ്യുന്ന നിന്റെ സ്ഥാപനത്തിലെ മേലധികാരികളുടെ മേൽ അവൻ അധികാരമുള്ളവനാണ്. ഈ ഭൂലോകം ഭരിക്കുന്ന സകല ഭരണാധികാരിയുടെ മേലും അവൻ അധികാരമുള്ളവനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ കർത്താവ് സർവാധികാരിയായ ദൈവമാണ്. നിങ്ങൾ വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇന്ന് രാത്രി കൂടി അവൻ സർവാധികാരിയുമാണ്. ഈ യൂണിവേഴ്സ് നിയന്ത്രിക്കുന്ന 3 ശക്തികളാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 1 പവർ, 2 അതോറിറ്റി, 3 സോവർണിറ്റി. 1 ശക്തി, 2 അധികാരം, 3 പരമാധികാരം. ശക്തി, അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പരമാധികാരി ദൈവമാണ്. ശക്തി, അധികാരം. ശക്തിയാണോ അധികാരമാണോ വലുത്? പറഞ്ഞാട്ട് എന്തേലും ഒന്ന് പറ. നിങ്ങൾ അധികാരത്തെ വിശ്വസിക്കുന്നില്ല. ചിലർ ശക്തി എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ശക്തിയാണോ അധികാരമാണോ വലുത്? സ്തോത്രം. ഈ റോഡ് തിരക്കുള്ള റോഡാണ്, പന്തളം മാവേലിക്കൽ റോഡ്. ഒരു 10 ടൺ ലോഡ് കയറ്റി വരുന്ന ലോറി ഇതിലെ കൂടി ഇങ്ങനെ വരുമ്പോൾ ഒരു LN പോലീസുകാരൻ അവിടെ നിന്ന് സ്റ്റോപ്പ് എന്ന് കാണിക്കുമ്പോൾ ഈ പാണ്ടി ലോറി ഓടിക്കുന്നത് കപ്പടാമി ഷെഡ്കാരൻ പാണ്ഡിയനാണെങ്കിലും 10 ടൺ ലോഡ് ഉണ്ടെങ്കിലും 20 ടയറുള്ള ലോറി ആണെങ്കിലും ഈ LN പോലീസുകാരൻ സ്റ്റോപ്പ് എന്ന് കാണിക്കുമ്പോൾ അതവിടെ ഞരങ്ങി നിൽക്കും. ഈ പോലീസുകാരനെ ഇടിച്ച് ചമ്മന്തി പരവുമാക്കി പോകാനുള്ള ശക്തി പാണ്ടി ലോറിക്കുണ്ടെങ്കിലും പോലീസുകാരന് അധികാരമുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ശക്തി അധികാരത്തിന് മുമ്പിൽ കീഴടങ്ങും. ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ കരമടിച്ചോ വാതുറതോ ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ദുഷ്ട പിശാചിന് ശക്തിയുണ്ടെങ്കിൽ അവന്റെ മേൽ അധികാരമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും
സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ മേൽ അധികാരമുള്ളവനെയാണ്. ശക്തിയും അധികാരവും മനുഷ്യനുണ്ട്, എന്നാൽ പരമാധികാരം ദൈവത്തിനാണ്. സോവർണിറ്റി, ശ്രദ്ധിച്ച് കേൾക്കണം. സോവർണിറ്റി, പരമാധികാരം ദൈവത്തിനാണ്. ഉദാഹരണം, ഒരു മനുഷ്യൻ കേരളത്തിൽ കുറേ കാലം മുമ്പ് 30 കോടിയോടെ ഒരു വീട് വെച്ചു. അതിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. ഞാൻ പ്രസംഗിക്കാൻ നിന്നതിലല്ല, പരിശുദ്ധാത്മ ഡൈവേർട്ട് ചെയ്യുന്ന വേറെ ലെവലിലാണ്. 30 കോടിയുടെ ഒരു വീട് വെച്ചു. എന്നിട്ട് മനോരമ പത്രത്തിൽ വന്നു, കേരളത്തിലെ ഏറ്റവും വലിയ വീട്. അന്നത്തെ കാലത്ത് 30 കോടി, അതിപ്പോൾ കഴിയും. ആ ഫോട്ടോയുടെ അടിയിൽ ഞാൻ എഴുതി വെച്ച് കെട്ടി വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് 30 കോടിയുടെ വീട് വെക്കാം, പക്ഷെ അതിലൊരു രാത്രി ഉറങ്ങണോ എന്ന് തമ്പുരാൻ തീരുമാനിക്കും. അതാണ് സോവർണിറ്റി. കുഞ്ഞെ, നിനക്ക് MBBS എടുക്കാം, ഡോക്ടർ ആകാം, നിനക്ക് എഞ്ചിനീയർ ആകാം, നിനക്ക് സയന്റിസ്റ്റ് ആകാം, നിനക്ക് പ്രൊഫസർ ആകാം, പക്ഷെ ഒരു ദിവസം ജോലി ചെയ്യണമെന്ന് തമ്പുരാൻ തീരുമാനിക്കും. അതാണ് സോവർണിറ്റി. മറക്കരുത്. ദൈവത്തെ വിട്ടോടരുത്. പരമാധികാരി ദൈവമാണ്. ദിവസം ഒരു പടി കൂടെ കടന്നു. ബെൽസസിനോട് പറഞ്ഞു, തിരുമേനിയുടെ ശ്വാസം കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇത് എവിടെ വരെ കേൾക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ലൈവ് പോകുന്നുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തിയാണ് അമേരിക്കയുടെ ശക്തി. അതാണ് പോലെ മുഴുവൻ ലോക പോലീസായിട്ട് അവർ നിൽക്കുന്നത്. ഇന്ത്യയിലെ പ്രസിഡന്റ് 10 ലക്ഷം വരുന്ന സൈനികരുടെ മേലെ അധികാരമുള്ളവനാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ മേലെ അധികാരമുള്ളവനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പം ഞാനും മനുഷ്യനാ, അമേരിക്കൻ പ്രസിഡന്റും മനുഷ്യനാ, ഇന്ത്യൻ പ്രസിഡന്റും മനുഷ്യനാ. ഞാനിവിടെ നിന്ന് മാർച്ച് ഓൺ പറഞ്ഞാൽ ആരും മാർച്ച് ചെയ്തില്ല. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞാൽ മാർച്ച് ചെയ്യും. കാരണം ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. അതാണ് അധികാരം. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്, ഇന്ന് 11:59 ഇറാനിൽ ഇന്നടത്ത് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ പോണോ, നാളെ ആയാലും പോരായോ എന്നാരും ചോദിക്കില്ല. പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലൊക്കെ കിടക്കുന്ന വിമാനവാഹിൽ ബോംബർമാൻ പറന്നു, അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാക്ക് ചെയ്തിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ മുടിയൂർക്കോണമല്ലേ സ്ഥലം, മുടിയൂർക്കാണക്കാരോട് പറയാം, 110 കോടി എങ്ങാണ്ട് ഇന്ന് ഇന്ത്യൻ ജനസംഖ്യ ഉണ്ട്, അല്ല 130 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ മേൽ അധികാരമുള്ള ഇന്ത്യൻ പ്രസിഡന്റിന്മേലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റിന്മേലും പരമാധികാരമുള്ള ഒരുവനുണ്ട്. അവനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. 12:10 ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാൻ ഓടുന്ന പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിലോ അല്ലെങ്കിൽ പ്രസിഡന്റ് ഹൗസിലോ പോയി ആരോടും അനുവാദം ചോദിക്കാതെ അതിന് 2 മിനിറ്റ് മുമ്പ് മരണത്താൽ അറസ്റ്റ് ചെയ്യുവാൻ അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ അവനാണ് സർവാധികാരിയായ സർവശക്തനായ ദൈവം. അവനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് വേദവസം പറഞ്ഞു, മൂക്കിൽ യുവശ്വാസമുള്ളവനെ വിട്ടൊഴിവീൻ. അവനെ വിലമതിപ്പാൻ എന്ത്? കാലങ്ങളെ മാറ്റാൻ, കാലഘട്ടങ്ങളെ മാറ്റാൻ, ഭരണാധികാരികളെ മാറ്റാൻ, കാലക്രമങ്ങളെ മാറ്റാൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ ശക്തിയുടെ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം പറയാം. സ്തോത്രം. സർവാധികാരിയായ നസ്രയനായ യേശുവിനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ഗദരദേശത്തെ ഭൂതരസ്ഥന്റെ സൗഖ്യം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? വായിച്ചേ മോളെ, ആ വാക്യത്തിന് 1-ാം പദം ഒന്ന് വായിച്ചാട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 1-ാമത്തെ പദം വായിച്ചാട്ട്, അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി എന്ന് പറഞ്ഞാൽ, എത്തി എന്ന് പറഞ്ഞാൽ എത്താതിരിക്കാൻ നോക്കി. കർത്താവിന്റെ ദാസൻ വളരെ നാൾ പ്രാർത്ഥിച്ച് യോഗം വെച്ചിരിക്കുകയാണ്. ചില വിടുതൽ നടക്കണം, അതിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഞാൻ പ്രസംഗിക്കും. അവൻ എത്തി എന്ന് പറഞ്ഞാൽ എത്താതിരിക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നിന്റെ അരികിൽ എത്താതിരിക്കാൻ അവൻ നോക്കും. വിടുതൽ നടക്കാതിരിപ്പാൻ നോക്കും. സൗഖ്യം നടക്കാതിരിപ്പാൻ നോക്കും. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദേശക്കാരോട് പറയാം, പിശാച് നിന്റെ വിടുതൽ നടക്കാതിരിക്കാൻ നോക്കും. പക്ഷെ തമ്പുരാനൊന്നും വിചാരിച്ചാൽ, ദൈവമൊന്നും വിചാരിച്ചാൽ നടന്നിരിക്കും. പോരാ, നിങ്ങൾക്ക് ശക്തി പോരാ ദൈവത്തെ ആരാധിക്കുന്നത്.
നിന്റെ സൗഖ്യം നടക്കാതിരിപ്പാൻ, നിന്റെ വിടുതൽ നടക്കാതിരിപ്പാൻ, നിന്റെ വീട് ഉദ്ധരിക്കപ്പെടാതിരിപ്പാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുത്തൻ വഴികൾ തുറക്കപ്പെടാതിരിപ്പാൻ ദുഷ്ട പിശാച് പരിശ്രമിക്കും. നിന്റെ നന്മയുടെ ഉറവുകളെ അവൻ തടയാൻ നോക്കും. പിശാച് തടയാനേ ഒക്കത്തുള്ളൂ, ഇല്ലാതാക്കാനൊക്കില്ല. പിശാച് നീ എന്തെല്ലാം നോക്കിയാലും ദൈവം ഒന്ന് വിചാരിച്ചാൽ അത് നടന്നിരിക്കും. ശക്തിയോടെ കർത്താവിനെ ശ്രദ്ധിച്ചാൽ ദൈവം വിചാരിച്ചാൽ നടന്നിരിക്കും. തടയാൻ നോക്കും. നിന്റെ വിടുതൽ താമസിപ്പിക്കാൻ പിശാചിന് കഴിയും, ഇല്ലാതാക്കാൻ കഴിയില്ല. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിപ്പിക്കാൻ പിശാചിന് കഴിയും, ഇല്ലാതാക്കാൻ കഴിയില്ല. ദാനിയേൽ പ്രവാചനം 10-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ പ്രാർത്ഥിച്ച ദിവസം തന്നെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷെ പാർസി രാജപ്രഭു അത് തടഞ്ഞു. 21 ദിവസം താമസിച്ചു. പക്ഷെ എന്നാ സംഭവിച്ചത്? പാർസി രാജപ്രഭു തടഞ്ഞപ്പോൾ വീണ്ടും പ്രാർത്ഥന മുടക്കിയില്ല. ദൈവത്തിന്റെ അഭിഷക്തൻ മുട്ടിന്മേൽ നിന്ന് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്റെ പ്രധാന ദൂതനായ മീഖായേലിനെ അയച്ച് പാർസി രാജപ്രഭുവിനെ വെട്ടി മറുപടിയുമായി വന്നു. മുട്ടിന്മേൽ നിൽക്കുന്ന ദൈവപൈതലെ, കരയുന്ന ദൈവപൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, ഹല്ലേലൂയ. പിശാചിന് അല്പകാലഘട്ടത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നന്മയുടെ വഴികളെ അടയ്ക്കാൻ കഴിയും, തുറക്കാൻ. എന്നാൽ അതിനെ തുറക്കാൻ അധികാരമുള്ളവൻ ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. താമസിപ്പിക്കാനേ കഴിയൂ, ഇല്ലാതാക്കാൻ കഴിയില്ല. അല്പകാലത്തേക്ക് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി താമസിപ്പിക്കാൻ പിശാചിന് കഴിയും, ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ ചില ദൂതുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. കർത്താവ് ഈ ഗദരദേശത്തേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിനെ എത്താതിരിക്കാൻ തടയുന്നു. ഇത് പലയിടത്തുണ്ട്. എഫേസോസിലേക്ക് വിശുദ്ധ പൗലോസ് ലീഗ ചെല്ലാതിരിക്കാൻ 3 പ്രാവശ്യം തടയപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് അവിടെ എത്തി. ഇതൊക്കെ കർത്താവിൻ്റെ ദാസന്മാരും എല്ലാം ശ്രദ്ധിക്കണം. നീ എത്താതിരിക്കാൻ, നീ ചെല്ലാതിരിക്കാൻ, നീ അവിടെ എത്താതിരിക്കാൻ, അല്ല ഇന്ന് രാത്രി ജനം വരാതിരിക്കാനൊക്കെ പിശാച് നോക്കും. അല്പകാലത്തേക്ക് സാത്താനെ നിനക്ക് തടഞ്ഞു വെക്കാം, എന്നേക്കും നിനക്ക് തടഞ്ഞു വെക്കാൻ കഴിയില്ല. എല്ലാവരും ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. കുഞ്ഞെ, നിന്നോടാ പറഞ്ഞ് നിന്റെ നന്മയുടെ ഉറവകളെ അല്പകാലത്തേക്ക് പിശാചിന് തടഞ്ഞു വെക്കാൻ കഴിയും, എന്നേക്കുമായി അവന് തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഈ രാത്രി ആത്മാർത്ഥമായി ഹൃദയമായി ദൈവത്തിൽ പ്രാർത്ഥിച്ചോ. പിശാച് തടഞ്ഞു വെച്ച നന്മയുടെ ഉറവകൾ ഈ രാത്രി കർത്താവിന്റെ നാമത്തിൽ തുറന്നു വരാൻ പോകുകയാണ്. 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്, ശക്തിയോടെ വായിക്കണം. വായിച്ചാട്ട് 4:35 മുതലുള്ള വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. നിന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ഏത് കൊടുങ്കാറ്റിനെ ഒറ്റ വാക്കാൽ ശാന്തമാക്കാൻ അധികാരമുള്ളവനുണ്ട്. ഒരു വാക്കിനാൽ. അത് അവൻ അധികാരിയാണ്. സർവത്തിന്മേൽ അധികാരം. നമ്മുടെ പ്രസംഗത്തിൻ്റെ അതാണ്. അവൻ അധികാരത്തിനാണ്. സർവത്തിന്മേൽ അധികാരമുള്ളവൻ, പ്രപഞ്ചത്തിന്മേലും പ്രകൃതി ശക്തിയോടും അധികാരമുള്ളവനാണ്. ഈ ഭാഗത്തിൽ നമ്മുടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാനായി പറയുന്നു. പോകാൻ പറയുന്ന നിർബന്ധിച്ച് കർത്താവ് അവരുടെ കൂടെ കൂടുന്നു. ഈ വേദവസം മറ്റൊരു സ്ഥലത്ത് മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് അവരെ നിർബന്ധിച്ചയക്കുന്നു. എന്നിട്ട് കർത്താവ് തനിയെ പ്രാർത്ഥിക്കാൻ പോകുന്നു. 2 പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ യേശു അവരെ അയച്ചിട്ട് കൂടെ കർത്താവ് വന്നു. അവിടെ കർത്താവ് അയച്ചിട്ട് കൂടെ പോയില്ല. കർത്താവ് മലമുകളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാറ്റ് അടിച്ചു. രാത്രിയുടെ എത്രാം യാമത്തിലാണ്? 4-ാം യാമത്തിൽ കർത്താവ് കടൽ മീതെ നടന്നവരുടെ അരികിലെത്തി. ഈ 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ദൂത്, അവൻ നിന്നെ തനിയെ വിടുകയില്ല. ഈ ജീവിതയാത്രയിൽ അവൻ നിന്നെ തനിയെ വിടുകയില്ല. ചിലരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. ചിലരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം. ചിലരൊക്കെ നിന്നെ ഏകനായി വിട്ടെന്ന് വരാം. പക്ഷേ നീ ഏകനല്ല. നിന്നെ ഏകനായി അവൻ വിടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ ഇടയനെ വിട്ടു.
ആടുകളെല്ലാം ചിതറിപ്പോകും, നിങ്ങളെല്ലാം എന്നെ ഏകനായി വിട്ടിട്ട് പോകും. പാസ്റ്ററെ, അടുത്ത പദം, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഏകനല്ല താനും. പിതാവിൻ്റെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ, എനിക്ക് ഈ ദിവസങ്ങളിൽ സ്റ്റേജിൽ കയറിയ ദൂതാ തരുന്ന കർത്താവ്. ഈ ശുശ്രൂഷ മണ്ഡലത്തിൽ, ജീവിതയാത്രയിൽ നീ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ പോകും. എല്ലാവരും എപ്പം കൂടെ ഉണ്ടെന്ന് ചിന്തിക്കരുത്. നീ തനിയാകുന്ന സന്ദർഭങ്ങൾ വരും. പക്ഷെ ഇന്ന് രാത്രി പറഞ്ഞോണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളൂ, ഞാൻ ഏകനല്ല. ആര് തള്ളിക്കളഞ്ഞാലും അവൻ തള്ളിക്കളയില്ല, ആരുപേക്ഷിച്ചാലും എൻ്റെ ദൈവം ഉപേക്ഷിക്കില്ല, ആര് കൈവിട്ടാലും എൻ്റെ ദൈവം കൈവിടില്ല. ശക്തിയോടെ വാ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പറ, എൻ്റെ കർത്താവ് കൈവിടില്ല. സ്തോത്രം. ഈ അബ്രഹാം എവിടേക്കൊന്ന് പോകുന്നെന്നറിയാതെ വിളിയേട്ട് ഇറങ്ങിയവനാണ്. ഇറങ്ങിയപ്പം അബ്രഹാം ആരെയും കൂടെ കൂട്ടി? സഹോദരപുത്രനെ ലോത്തിനെ കൂട്ടിനിരിക്കട്ടെന്ന് പറഞ്ഞ കൂട്ടെ കൂട്ടിയത്. പക്ഷെ പോയ വഴിക്ക് നീരോട്ടമുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ അവനത് തിരഞ്ഞെടുത്തു. അവൻ വഴി വിട്ടു. ലോകത്തിന് അബ്രഹാമായി പിരിയുവാൻ അവൻ പറഞ്ഞത് ഇടയന്മാരുടെ ശണ്ടയാണ്. അബ്രഹാം പറഞ്ഞു, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക, ദേശമല്ല നിന്നെ ഉപയോഗിക്കുന്നു. ലോത്ത് പോയി കഴിഞ്ഞപ്പോൾ ആ പദം വായിക്കുമ്പോൾ ഞാൻ കരയും. ഏകനായിരിക്കുന്ന അബ്രഹാമിൻ്റെ അരികിൽ വന്നിട്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോനെ വിഷമിച്ചിരിക്കുകയല്ലേ, കൂടെ കാണുമെന്ന് നീ ചിന്തിച്ചവൻ വഴിവിട്ടു പോയില്ലേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ജീവിതയാത്രയിൽ കൂടെ കാണുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ വഴിവിടിയും. ഇടയ്ക്ക് വെച്ച് വഴിവിടൂ, നിന്നെ ഏകനാക്കി കടന്നു പോകും. പക്ഷെ നിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്നെ വിട്ടിട്ട് പോകുന്നവനല്ല. ഒരു പാട്ടുണ്ടല്ലോ, അത് ഈ മരുയാത്രയിൽ അവൻ നിന്നെ തനിയേ വിടുകയില്ല. വളരെ ഇഷ്ടമാണ്. നീ അത് ഓർത്തോണം, കർത്താവ് നിന്നെ തനിയെ വിടുകില്ല. കാളും കോളും കൊടുങ്കാറ്റും നിറഞ്ഞ ജീവിത നൗകയിൽ അവൻ കൂടുണ്ടെങ്കിൽ അതിനെ അതിജീവിപ്പാൻ ദൈവകൃപ തരും. ഒന്നുകൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. യേശു ഉള്ള പടകിലും കാറ്റടിക്കും. യേശുവുള്ള പടകിന് നേരെയും തിരമാല ഉയർന്നു. ഇത് രാത്രി ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളെ, യേശു നിങ്ങളുടെ ബോട്ടിലുള്ളത് കൊണ്ട് കാറ്റടിക്കില്ലെന്ന് ചിന്തിക്കരുത്, തിരമാല ഉയരില്ലെന്ന് ചിന്തിക്കരുത്. യേശുവുള്ള ബോട്ടിലും കാറ്റടിക്കും. ആർത്തലയ്ക്കുന്ന തിരമാലയെയും കൊടുങ്കാറ്റിനെയും നിങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ഈ തിരമാലകൾക്ക് നിങ്ങളുടെ നൗകയെ മുക്കിക്കളയാൻ കഴിയില്ല, നിങ്ങളെ തകർത്ത് കളയാൻ കഴിയില്ല. ഈ ലോക മനുഷ്യനുണ്ടാകുന്ന എല്ലാത്തിലൂടെയും ദൈവമക്കൾ കടന്നു പോകേണ്ടി വരും. മനസ്സിലാകുന്നില്ലേ? യേശു കർത്താവ് ബോട്ടിലുള്ളത് കൊണ്ട് കാറ്റടിക്കില്ലെന്നോ തിരമാല ഉയരില്ലെന്നോ ചിന്തിക്കരുത്. ലോക മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കണോ അതെല്ലാം നീ അനുഭവിക്കണം. കോവിഡ് വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവൻ പോയില്ലേ? എന്നൊരു വ്യത്യാസം ഞാൻ പറയാം, അവനില്ലാത്തതൊന്ന് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. പണ്ട് മുതലേ ഞാൻ പല വേദിയിലും പ്രസംഗിക്കും. ഇവിടെയൊക്കെ ഞാൻ എത്രയോ യോഗത്തിന് പ്രസംഗിച്ച. ഇപ്പം ദേവദാസം പറഞ്ഞില്ലേ, 4 പതിറ്റാണ്ടായി പ്രസംഗം തുടങ്ങിയിട്ട്. അത് ഞാൻ പറയും, ദുഷ്ടന് വളരെ വേദനകളുണ്ട്. എന്നാൽ അടുത്ത വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ഒന്ന് പറ, ദയ ചുറ്റിക്കൊള്ളും. അതിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെടാത്തവന് വേദനയുണ്ട്, നിനക്കും വേദനയുണ്ട്. അവന് കടഭാരമുണ്ട്, നിനക്കും കടഭാരമുണ്ട്. അവന് അപമാനമുണ്ട്, നിനക്കും അപമാനമുണ്ട്. അവന് ദുഃഖമുണ്ട്, നിനക്കും ദുഃഖമുണ്ട്. അവന് വേദനയുണ്ട്, നിനക്കും വേദനയുണ്ട്. എന്നാൽ അവനില്ലാത്തതൊന്ന് ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ, കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദയ ചുറ്റിക്കൊള്ളും. കഷ്ടതയിൽ ദയ, അപമാനത്തിൽ ദയ, ദുഃഖത്തിൽ ദയ. ദൈവത്തിന്റെ ദയ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ചുറ്റിയതിനാൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇന്ന് രാത്രി വരെ സൗഖ്യത്തോടിക്കുന്നത് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ശക്തിയുടെ സ്തോത്രം പറയാം. ദൈവത്തിന്റെ ദയ. അതുകൊണ്ട് കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടായാലും ചിന്തിക്കരുത്. ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും കഷ്ടങ്ങളിൽ ട്രബിൾ
ദൈവസങ്കേതമായവന് കഷ്ടത വരത്തില്ലെന്നല്ല, കഷ്ടത വരും. സങ്കടം വരില്ലെന്നല്ല, സങ്കടങ്ങളിൽ സാഹിത്യം നൽകി സഹായിക്കുന്നവനാണ്. ചൂടഴുന്ന ശോധന വേളയിൽ നിന്നെ തനിയിട്ടിട്ട് പോകാതെ കൂടെ വന്ന് ചൂളയിൽ ചേരുന്നവനാണ് നമ്മുടെ കർത്താവ്. അതാണ് സഹോദര ക്രിസ്ത്യ ജീവിതം. യേശുവുള്ള പടകിന് നേരെയും കാറ്റടിച്ചു. അതന്നെ കർത്താവ് പറഞ്ഞത്. മണലിന്മേൽ പണിത വീട്ടിനും കാറ്റടിച്ചു, പാറമേൽ പണിത വീടിനും കാറ്റടിച്ചു. പക്ഷേ പാറമേൽ പണിത് വീണില്ല, മണലിന്മേൽ പണിത് വീണു. യേശു ഉള്ളത് കൊണ്ട് കാറ്റടിക്കില്ലെന്ന് ചിന്തിക്കരുത്. ഇന്ന് രാത്രി കൈ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ പറ, ഈ കാറ്റുകൾക്ക് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കാറ്റുകൾ ആഞ്ഞടിക്കും, തിരമാല ഉയരും, പക്ഷെ നിന്നെ തകർക്കാൻ കഴിയില്ല. അവിടെ എഴുതിയിരിക്കുന്നൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പടക് മാത്രമല്ല ഉണ്ടായിരുന്നത്. യേശു കർത്താവ് അക്കരയ്ക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ചെറുപടകുകളും ഉണ്ടായിരുന്നു. ഞാൻ ഇത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ഇവിടെ വലിയൊരു പടകിന് ഈ കാറ്റിന് നേരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പം ചെറിയ പടകിനോ? അപ്പോൾ ഒന്നുകിൽ ഈ പടകുകളെ ഈ കാറ്റ് മുക്കിക്കാണും, ഇല്ലെങ്കിൽ ആ പടകൾക്ക് നേരെ കാറ്റ് പറഞ്ഞാട്ടെ അടിച്ചില്ല. ഞാനിപ്പോൾ വൻപൻ പടകിന് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊച്ചു പടകിൻ്റെ കാര്യം പറയണോ? അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ദൈവത്തെ സേവിക്കും ദൈവവൈതലേ, ഇവിടെ വൻപന്മാർ പിടിച്ചു നിൽക്കാൻ കഴിയാത്തിടത്ത് ദൈവകൃപയുള്ള നിന്നെ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം പറയണം. നിന്നേക്കാൾ പേരും പെരുമയുമുള്ളവർ, നിന്നേക്കാൾ ധനമുള്ളവർ, നിന്നേക്കാൾ പിടിപാടുള്ളവർ, നിന്നേക്കാൾ സ്ഥാനമഹിമയുള്ളവർ ചെറിയ ചെറിയ പ്രതിസന്ധിയിൽ പോലും നിൽക്കാൻ കഴിയാതെ പിള്ളേരെയും കൊണ്ട് അവരും ചത്തപ്പോൾ വലിയ പ്രതിസന്ധി വന്നിട്ടും നീയും നിന്റെ കുഞ്ഞുങ്ങളും ചാകാഞ്ഞത് ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. കൃപ 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 കൃപ. അതിന് നേരെ പോയില്ല കാറ്റ്. ചെറുപടകളുണ്ടായിരുന്നു, ആ പടകുകളെ നോട്ടമിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചേ, ഈ വൻപടകിന് നേരെയാണ് കാറ്റടിച്ചത്. എന്തുകൊണ്ട് കാറ്റടിച്ചു? യേശു അതിലുണ്ടായിരുന്നു. യേശു ഉള്ള പടകിന് നേരെ കാറ്റടിച്ചത്, മറ്റേനെ വെറുതെ വിട്ടു. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായന്മാരുടെ പുസ്തകം 14:5 ഇങ്ങനെയുണ്ട്, സിംശോനും അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും കൂടെ തിമ്നക്കരിയുള്ള, ഒന്ന് വായിച്ച സിസ്റ്റർ, തിമ്നക്കരിയുള്ള ഒരു മുന്തിരിത്തോട്ടത്തിലെത്തി. ഇതിലൂടെ പോയി ആ മുന്തിരിത്തോട്ടം എത്തിയപ്പോൾ ഒരു ബാലസിംഹം കണ്ടില്ലേ? ഒരു ബാലസിംഹം. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പം മുമ്പേ പോകുന്നു, അമ്മ പുറകിന് പോകുന്നു, അതിന്റെ പുറകിന് സിംശവും പോകുന്നു. അപ്പം മുമ്പേ, അമ്മ പുറകെ, സിംഹവും പുറകെ. സിംഹത്തിന് അപ്പനെ വേണ്ട, സിംഹത്തിന് അമ്മയെ വേണ്ട, സിംഹത്തിന് വേണ്ട അഭിഷേകമുള്ള നിന്നെയാ. മനസ്സിലാകുന്നുണ്ടോ? ഓ ശബ റഖനിയ. അപ്പന് നേരെ ചെല്ലാത്ത സിംഹം, അമ്മയുടെ നേരെ ചെല്ലാത്ത സിംഹം സിംശോനെ നിന്റെ നേരെ വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ മേലെ അഭിഷേകമുണ്ടെന്നുള്ളതാണ്. കൈകളടിച്ച് വാതുറന്ന് ശക്തിയുള്ള ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാമോ? ഈ രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലേ, മറ്റു പലർക്കുമില്ലാത്ത കഷ്ടത, മറ്റു പലർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. പിശാചിന് നോട്ടം അഭിഷേകമുള്ളവനെയാ. പിശാചിന് നോട്ടം ദൈവം കണ്ടവനെയാ. ഒരു വീട്ടിൽ 5 പിള്ളേരുണ്ടെങ്കിലും ദൈവം കണ്ട ഒരുവനുണ്ടെങ്കിൽ അവനായിരിക്കും ഏറ്റവും അധികം കഷ്ടത. യോസഫിന്റെ വീട്ടിൽ 13 പിള്ളേരുണ്ടായിരുന്നു, ഒരു പെങ്കൊച്ചുൾപ്പെടെ. പക്ഷെ ഏറ്റവും അധികം ക്ലേശം സഹിക്കേണ്ടി വന്നത് ദർശനം കാണുന്ന ഒരുവനുണ്ടായിരുന്നു, യോസഫ് അവനായിരുന്നു. ഇശായിയുടെ വീട്ടിൽ 8 പിള്ളേരുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും അധികം ക്ലേശം സഹിക്കേണ്ടി വന്നത് അഭിഷേകമുള്ള ഒരുവനുണ്ടായിരുന്നു, ദാവീദ്, അവനായിരുന്നു. ഇന്നു രാത്രി ഒന്നുകൂടെ ഞാൻ പറയാം, മറ്റു പലർക്കുമില്ലാത്ത കഷ്ടത, മറ്റുമില്ലാവർക്കുമില്ലാത്ത വേദന, പലർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടെങ്കിൽ, നിന്റെ സഭയ്ക്കുണ്ടെങ്കിൽ, ദൈവദാസ നിന്റെ ശുശ്രൂഷയ്ക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റു പലർക്കും ലഭിക്കാത്ത ദൈവ വെളിപ്പാട് നിനക്കുണ്ട്. പോരാ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാൽ അല്പസമയം. എല്ലാവരും കരമടിച്ചാട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. മറ്റു പലർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, മറ്റു പലർക്കുമില്ലാത്ത കഷ്ടം നിനക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, മറ്റു പലരുടെ നേരെ ചെല്ലാത്ത സിംഹം നിന്റെ നേരെ അലറി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ മേൽ അഭിഷേകമുണ്ട്.
അഭിഷക്തനെയാ നോട്ടം, ദൈവകൃപയുള്ളവനെ നോട്ടം. ദൈവം കണ്ടവനെയാണ് പിശാച് നോക്കുന്നത്. നിങ്ങളെല്ലാ വീട്ടിലും നോക്കിക്കേ. അതാണ് പറഞ്ഞത്, ദാവീദ് പറഞ്ഞു, ഇസ്രായേൽ പറയേണ്ടതെന്നാൽ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും ശത്രു എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവനെ ജയിച്ചില്ല. ഇരിക്കുന്ന നമ്മുടെ എല്ലാം സാക്ഷികത. അവൻ ഉപദ്രവിക്കാഞ്ഞിട്ടല്ല, അവൻ നോട്ടമിടാഞ്ഞിട്ടല്ല, അവൻ തകർക്കാൻ നീക്കാഞ്ഞിട്ടല്ല. ഓ ഷൊറഖുനിയ, നിന്റെ പേര് ചീത്തയാക്കാൻ പുറകിന് നടക്കാഞ്ഞിട്ടല്ല, നിന്നെ തകർക്കാൻ അവൻ പദ്ധതി തയ്യാറാക്കാഞ്ഞിട്ടല്ല. ഓ റുഖുഡാമ റഖുനിയ, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ദൈവം തന്നുകൊണ്ടിരിക്കുക. ശക്തിയോടെ കർത്താവിനെ ആരാധിപ്പാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. അവൻ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ പൊങ്ങിയ വെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. അപ്പൊ യേശുള്ള പടകിനെയാണ് നോട്ടം. നിനക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കർത്താവ് നിന്റെ പടകിലുണ്ടെന്നാണ്. ഈ രണ്ട് വിധത്തിലുണ്ട്. നമ്മളെ പ്രസിദ്ധരാകാൻ കാര്യവും യേശു ഉള്ളതാണ്. സാത്താൻ നമ്മളെ നോട്ടമിടാനും കാര്യം യേശു ഉള്ളതാണ്. പുകഴരുത്. ഈ കഴുത പ്രസിദ്ധനാകാൻ കാര്യം എന്നാ? യേശു ആനും അറിയണ്ട. സ്തോത്രം. ഈ കാറ്റടിപ്പിക്കാൻ കാരണം അത് തന്നെ. നീ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും നന്മ അനുഭവിക്കുന്നെങ്കിൽ അത് യേശു നിമിത്തമാണ്. സ്തോത്രം. പ്രതികൂലം ഉണ്ടെങ്കിൽ ഓർത്തോണം, അത് യേശു നിമിത്തമുള്ളതാ. എന്നാൽ ഈ രാത്രിയിൽ പറയാം, യേശു നിമിത്തമുള്ള പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ യേശു തീർത്തു തരും. സ്തോത്രം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്. കർത്താവ് നിമിത്തമുള്ള പ്രശ്നങ്ങളെ കർത്താവ് തീർത്തു തരും സഹോദര. യേശു പടകിലുള്ളതുകൊണ്ട് കാറ്റടിച്ചെങ്കിൽ നീ തന്നെ അതിനെ അമർച്ച ചെയ്യാൻ പോകണ്ട. അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ അവൻ അമർച്ച ചെയ്തിരിക്കും. അപ്പൊ അക്കരെ എത്താതിരിക്കാൻ നോക്കി, അക്കരെ ചെന്നു. അവിടെ കർത്താവ് കണ്ടത് ഭൂതഗ്രസ്തനായ മനുഷ്യനാണ്. അവന്റെ സൗഖ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ഭൂതഗ്രസ്തനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 3 കൂട്ടർ അവനോട് ചെയ്ത കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ട് ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. അവൻ ഗദരസെത്തി, അപ്പോൾ യേശുവിനെ എതിരേറ്റി എന്ന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂതഗ്രസ്തന്റെ അവസ്ഥ. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഒന്ന് പിശാച് അവനോട് ചെയ്തത്, ഈ മനുഷ്യനോട് ചെയ്തത് എന്തൊക്കെയാണ്? വായിച്ചോ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിരിക്കുന്നൊക്കെ. അവൻ വസ്ത്രം ധരിക്കാത്തവനായിരുന്നു, വീട്ടിൽ പാർക്കാത്തവനായിരുന്നു, മലകളിലും കല്ലറകളിലും പാർക്കുന്നവനായിരുന്നു, രാവും പകലും നിലവിളിക്കുന്നവനായിരുന്നു, തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു ഇടിച്ചു പാർത്തു. അവന് വീട് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, കൂട്ടുകാർ നഷ്ടപ്പെട്ടു, മനുഷ്യത്വം നഷ്ടപ്പെട്ടു, പൊതുജീവിതം നഷ്ടപ്പെട്ടു. നഗ്നനായി നടക്കുന്നവനായി, ബോധമില്ല, അപമാനിതനായി, സ്വയം നിയന്ത്രണം നഷ്ടമായി, ജീവിത ലക്ഷ്യം നഷ്ടമായി, സമാധാനം നഷ്ടമായി. ഭരിക്കുന്ന ദുരാത്മാവാണ്. പിശാച് ഒരുത്തിന് വരുത്തുന്ന അധപ്പതനങ്ങളാണ്, ഒരു കുടുംബത്തിന് വരുന്ന അധപ്പതനങ്ങളാണ്. പിശാച് എന്തുമാത്രം മനുഷ്യനെ അധപ്പതിപ്പിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ആർക്കും അവനെ ബന്ധിപ്പാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ പദം, ആർക്കും അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല, അടക്കുവാൻ കഴിഞ്ഞില്ല. രാത്രി ഞങ്ങൾ മുടിയേർക്കുണക്കാരോട് പറയാം, ആർക്കും ഒതുക്കാൻ കഴിയാത്തവനെ ഒതുക്കാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രിയുണ്ട്. ശക്തിയോട് കരം പിടിച്ച് വാഴ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. ആർക്കും അടക്കാൻ കഴിയാത്തവനെ അടക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ആർക്കും ഒതുക്കാൻ കഴിയാതെ നിന്റെ കുഞ്ഞിനെ ഒതുക്കാൻ കഴിയുന്ന, നിന്റെ മകനെ ഒതുക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആർക്കും തുറക്കാൻ കഴിയാത്ത വാതിലവൻ തുറക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത മുദ്രയവൻ പൊട്ടിക്കും. ആരും തുറക്കാത്ത വാതിലവൻ തുറക്കും. സ്തോത്രം. ആർക്കും ഒതുക്കാൻ കഴിയാത്തവനെ അവൻ ഒതുക്കും. സ്തോത്രം. അപ്പൊ ഇവന്റെ അവസ്ഥ, ലഗ്യോൻ കയറിയവന്റെ അവസ്ഥ, അവൻ വസ്ത്രം ധരിക്കാത്തവനായി, നഗ്നതാബോധം നഷ്ടപ്പെട്ടു, വീട്ടിൽ പാർക്കാത്തവനായി, കല്ലറകളിൽ പാർസിക്കുന്നവനായി, രാവും പകലും നിലവിളിക്കുന്നവനായി, തന്നെത്താൻ കല്ലുകൊണ്ട് ഇടിക്കുന്നവനായി, തന്നെത്താൻ ഉപദ്രവിക്കുന്നവനായി, തന്നെത്താൻ ഇടിക്കുന്നവനായി. അതായത് പിശാച് ഒരു വീടിനെ എന്തുമാത്രം തകർക്കും. നമ്മുടെ ചുറ്റുപാട് കണ്ടുകൊണ്ടിരിക്കുക. ലഗ്യോൻ കയറിയ കുഞ്ഞുങ്ങൾ, ലഗ്യോൻ കയറിയ ചെറുപ്പക്കാർ, അത് പെണ്ണും ആണും. സത്യത്തിൽ റോഡിലൂടെയൊന്നും പാനൊക്കത്തില്ല. കഴിഞ്ഞ ദിവസം
കരുനാഗപ്പള്ളിയിൽ ഇങ്ങോട്ട് കണ്ടില്ലേ, നിങ്ങളൊക്കെ ടി വിയിലൂടെ കണ്ടതാ. വണ്ണങ്ങോട്ട് ഇറങ്ങുക, വെട്ടി അങ്ങ് നുറുക്കുക. രക്തം കണ്ട തലകറക്കി വീഴുന്നവരെ നമ്മൾ വെട്ടി കൊത്തി നുറുക്കി അങ്ങ് കളയുക, വെട്ടി കീറുക തലയിലൊക്കെ. ഇവനെയൊക്കെ എന്തോ ലഗ്യോനായിരിക്കും. യവൻ്റെ ദേഹത്ത് 6000 ഉള്ളായിരുന്നു, ഇവൻ്റെയൊക്കെ ദേഹത്ത് 12,000 ഉണ്ട് പാസ്റ്റർ. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇന്ന് രാത്രിയിൽ രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. പ്രൈസ് ലോർഡ്. രോഗം മരുന്ന് കൊണ്ട് മാറും, രോഗബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിയുള്ളൂ. ഒന്ന് ശക്തിയോടെ കരം പിടിച്ച് സ്തോത്രം പറഞ്ഞേ. എല്ലാ രോഗവും രോഗമല്ല. 18 വർഷം കൂനിയായ സ്ത്രീ, നമ്മൾ കണ്ടാൽ പറയും നടു കൂനിയതാണ്, ഡോക്ടർമാർ കണ്ടാൽ പറയും എല്ലു വളഞ്ഞതാണ്. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 12 വർഷത്തെ രക്തസ്രാവക്കാരിയെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നീ ബാധ മാറി സ്വസ്ഥയായിരിക്കുക. 12 വർഷത്തെ രക്തം സ്രാവക്കാരി, വൈദ്യശാസ്ത്രം പറയും ബ്ലീഡിംഗ് ആണെന്ന്, പക്ഷെ യേശു പറഞ്ഞത് ബാധയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചു പറയാം, ദുഷ്ടപിശാച് വരുന്നതിനെ ബന്ധിക്കാനാണെങ്കിൽ യേശു കർത്താവ് എന്ന ബന്ധനത്തെ അറത്തുവിടുവാനാണ്. ദുഷ്ടപിശാച് വരുന്നതിനെ ശപിക്കാനാണെങ്കിൽ യേശു കർത്താവ് വരുന്ന ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റാനാണ്. ദുഷ്ടപിശാച് വരുന്നത് നിന്റെ ജീവനെ കൈയേറ്റം ചെയ്യുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ഈ രാത്രി നിനക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. സ്തോത്രം. കലകിക്കുന്ന വീടുകൾ, കലകിക്കുന്ന സഭ, കലകിക്കുന്ന ദേശം, അവിടെ എല്ലാം സാത്താൻ്റെ വികാരരംഗങ്ങളാണ്. ഇവൻ്റെ സ്വഭാവ ഗുണം മനസ്സിലായില്ലേ? തന്നെത്താൻ ഇടിക്കുക. അപ്പം തന്നെത്താൻ ഇടിക്കുന്നവരുടെയൊക്കെ ദേഹത്ത് എന്തുവാ? അയ്യോ മിണ്ടുന്നില്ല സഹോദരിമാർ, ആ കാര്യത്തിൽ എക്സ്പെർട്ട്. ലഗ്യോനാ ലഗ്യോൻ. സ്തോത്രം. തന്നെത്താൻ ഇടിക്കുക മാത്രമല്ല, ആരും തൻ്റെ ശരീരത്തെ ഒരു നാളും ദണ്ഡിപ്പിച്ചില്ല, പകച്ചിട്ടില്ല. അപ്പം ആ ശരീരം ആരാ? പുരുഷൻ്റെ, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പം പുരുഷൻ്റെ ശരീരം സ്ത്രീ. ഭാര്യ ഇടിക്കുന്നവർ, തന്നെത്താൻ ഇടിക്കുന്നവർ, ഇവരുടെയൊക്കെ ദേഹത്ത് മുതുപിശാച. അയ്യോ സ്വതന്ത്രം കേട്ടില്ല. അച്ചായൻ പറഞ്ഞോളൂ, അല്ലേ പറഞ്ഞോളൂ. ആത്മാവിൽ ആരാധിക്കുന്ന കൈ കൊണ്ട് തന്നെത്താൻ ഇടിക്കരുത്. അത് മാത്രമല്ല, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ സൂയിസൈഡ് അറ്റംപ്റ്റ്, ആത്മഹത്യാ പ്രേരണ പിശാചികമാ. പക്ഷേ ത്രൂ വലിയ പൈസക്കാർ വരെ ചാടിച്ചാകുന്ന ഒരു മൂമെന്റിൽ സാത്താൻ പറയും ചത്തുകളയാന്ന്. കാരണം വേദോസം പറയും, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക്. രക്ഷിക്കപ്പെടാതെ ഒരുവൻ മരിച്ചാൽ അവനാളെ കിട്ടും. അതുകൊണ്ട് ഓർത്തോണം കുഞ്ഞെ, ദുഷ്ടപിശാച് രക്ഷിക്കപ്പെടാത്തവനെ എത്രയും പെട്ടെന്ന് കാലപുരിക്കയച്ച അവൻ ആള് കൂടും നരകത്തിൽ. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചോണം ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടി. എന്നൊരു ഭക്തൻ എവിടെ മരിച്ചാലും എപ്പോൾ മരിച്ചാലും അവൻ പർദീസയുടെ തീരത്തെത്തും. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദുഷ്ടന്റെ മരണത്തിന് എനിക്ക് പ്രസാദമില്ല. പൈശാചിക ഭേദയാണിത്. പിശാച് കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, വ്യക്തികളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട അവസ്ഥ അപ്പനും അമ്മയും വരികയല്ലേ? കാരണം മയക്കുമരുന്നിന്റെ പിടിയിൽ, മദ്യത്തിന്റെ പിടിയിൽ. ഇതൊക്കെ ദുരാത്മ വ്യാപാരങ്ങളാണ്, ദുഷ്ടാത്മ വ്യാപാരങ്ങളാണ്. പിന്നെ നഗ്നതാബോധമില്ലായ്മ. ഞാൻ ഈ രാത്രി കഴിവാറായി പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. മനുഷ്യന് നഗ്നതാബോധമില്ല. കാലം ഇത്ര പുരോഗമിച്ചിട്ടും കൊരങ്ങച്ചന് തുണി ഉടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശ്വാസമില്ല. തുണിക്കട തുടങ്ങിയില്ല, പാർത്താസ് തുടങ്ങിയില്ല. അവർക്ക് ഇപ്പോഴും അറിയത്തില്ല തുണി ഉടുക്കണം. ധാർമ്മികതയില്ല, മനുഷ്യന്റെ വ്യത്യാസമാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പിള്ളേരുടെ ചോദിച്ചറിയാം. പച്ചപ്പരിഷ്കാരികൾ എന്ന് പറയുന്നവർ നഗ്നത പ്രദർശനമാണ്. കണ്ടോ, പിശാച് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. എങ്ങനെ തോന്നും? കൊച്ചു കുഞ്ഞുങ്ങൾ 13 ഒക്കെ കാണുന്നില്ലേ? 12 വയസ്സ്, 13 വയസ്സ്, 8 വയസ്സ്, 4 വയസ്സ്, 3 വയസ്സ്, 1 വയസ്സ്, 1.5 വയസ്സുള്ള കുഞ്ഞിനെ പൂച്ചയെ കൊല്ലുന്ന പോലെ, പാമ്പിനെ കൊല്ലുന്ന പോലെ, എലിക്കുഞ്ഞിനെ കൊല്ലുക.
നൊന്ത് പ്രസവിച്ച് അതൊക്കെ കണ്ടില്ലേ? ലഗിയോനാണ്, പിശാചിവാദയാണ്, അന്ധകാര ശക്തിയാണ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവോത്തര പ്രത്യക്ഷനായി. യോഹന്നാൻ 10:10 അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനാണ് പിശാച് വരുന്നത്. എന്നാൽ യേശു കർത്താവ് വരുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനാണ്. ഒന്ന് കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ ശബ്ദ പരിധിക്കുള്ളിൽ ദുഷ്ടൻ പിശാച് നോട്ടമിട്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. വാതുറന്നോട്ടെ ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. സുവിശേഷ സ്വാതന്ത്ര്യം വരുത്തുന്നതാണ്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നതാണ് യേശുവിന്റെ സുവിശേഷം. ആത്മഹത്യ ചെയ്യുന്നവൻ നരകത്തിൽ പോവും. ഇതിനിയും ഒത്തിരി പ്രസംഗിക്കപ്പെടണം. രാവിലെ പ്രാർത്ഥിക്കാൻ പോകാൻ നമ്മുടെ ഒരു പെണ്ണുമ്പുള്ള പിള്ളേരെയും വിളിച്ചോണ്ട് പോയി ട്രെയിൻ കുത്തിയിരുന്ന് കണ്ടില്ലേ? നിരാശ ഉണ്ടാകും. പക്ഷെ ആ നിരാശയുടെ മേൽ ജയമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ എപ്പോഴും പറയും, മനുഷ്യൻ മരിച്ച ശേഷം പുഴുക്കൾ മനുഷ്യൻ്റെ ശരീരം തിന്നു നിൽക്കുന്നു. ജീവനോടിരിക്കുമ്പോൾ തന്നെ നിരാശ അവനെ തിന്നുന്നു. നിരാശകളിന്മേൽ ജയമെടുക്കും ദൈവമക്കളൊക്കെ സ്തോത്രം. ദൈവമക്കളോട് ഞാൻ പറയുക, പിശാചിൻ്റെ കണിയിൽ നീ കുടുങ്ങിപ്പോകരുത്. പ്രൈസ് വഞ്ചിക്കപ്പെടരുത്. തലമുറകളൊക്കെ ഇത് പഠിപ്പിക്കണം. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ പിശാച് പറയും നരമ്പ് മുറിക്ക്, കിണറ്റി ചാട്, വിഷം കഴിക്ക്. പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയണം, കഴിഞ്ഞ നാളിനൊക്കെ ജയം തന്ന ദൈവം എനിക്ക് ഇതിന്മേലും ജയം തരും. ദുഷ്ട പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം. എനിക്ക് ജയം തരുമെന്ന് പറയണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വാ തുറന്ന് പറ, കൈ ഉയർത്തി പറ, നമുക്ക് പൂർണ്ണ ജയം. ദിവ്യരൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിച്ചോണം. പിശാച് വഞ്ചനയെ കുടുങ്ങരുത്. ഒരൊറ്റ മൂവ്മെന്റ് മതി. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവ് ആരായിരുന്നു? ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടഞ്ഞവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിച്ചവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ തീയിറക്കിയവൻ അല്ലേ? അല്ലേ? ആ ഏലിയാവ് എന്താ, പ്രൈസ് ദി ലോർഡ്, ഇസബേലിന്റെ ഭീഷണിയുടെ മുമ്പിൽ പറഞ്ഞ് എനിക്ക് ചത്താ മതിയെന്ന് ഇല്ലേ? ചാകണമെന്ന്. ഈ ദൈവമക്കളും അല്ലാത്ത നമ്മൾ വ്യത്യാസം അതാ. ദൈവമക്കൾ പ്രതിസന്ധിയുടെ നടുവിൽ പറയും, പ്രൈസ് ദി ലോർഡ്, പ്രത്യാശയോട് നീ, യോബിന്റെ പുസ്തകം എല്ലായിടത്തും വായിക്കാന്നല്ല, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. അടുത്ത പദം കേൾക്കണോ? പ്രാണനെ വിടുന്ന അത്രേ അവിടെ പ്രത്യാശ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ആ ഭാഷ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പറയുന്നത്. ചില ആളുകൾ എന്തേലും അങ്ങ് ചത്താൽ മതി, ചില പറയും തുറഞ്ഞാൽ മതി. ഈ വിശ്വാസിയുടെ വായിന്ന് ചത്താ മതി എന്ന് കേട്ടാൽ, വിശ്വാസിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഓർത്തോണോ ആകൽകൃത കയറിയെന്ന്, ലഗിയോൻ കയറിയെന്ന്, അനങ്ങുന്നില്ല. സ്വതന്ത്രം സ്വതന്ത്രം. നീ ചത്താ മതി എന്നല്ല പറയേണ്ടത്. ഈ പ്രതിസന്ധി മാറും, ഈ കഷ്ടത മാറും, ഈ അപമാനം മാറും, ഈ നിന്ദ മാറും. എൻ്റെ ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, കാറ്റ് കടന്നതിനെ വെളിവാക്കും. കൈയടിച്ച് ശക്തിയോടെ സ്വതന്ത്രം പറഞ്ഞേ, നിന്നോടുള്ള ദൂത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ. ഇപ്പോൾ അന്ധകാരമാണ് കാണുന്നതെങ്കിലും ഹല്ലേലൂയ, കാറ്റ് കടക്കും, അതിനെ വെളിച്ചമാക്കി മാറ്റും. ഈ അപമാനം മാറും, ഈ കഷ്ടത മാറും, ഈ ദുഃഖം മാറും. യഗിയോൻ ബാധിച്ചവൻ, സ്തോത്രം, പിശാച് അവനെ ചെയ്തത്, പ്രൈസ് ലോർഡ്, അവനെ ചെയ്തത് പ്രൈസ് ലോർഡ് വലിയമായി അവനെ അധപ്പതിച്ചു, തകർത്ത് കളഞ്ഞു, അവനെ നല്ല പേര് കളഞ്ഞു, അവനെ കല്ലറയിൽ വസിക്കുന്നവനാക്കി. എന്തോ ഒരു അധപ്പതനമാണ്. ഇവനവന് വലിയ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അടുത്ത വാക്യം സമൂഹം ചെയ്തതാണ്. അവർ അവനെ ഓടിച്ചു വിട്ടു. അവർ അവൻ്റെ വീട്ടുകാർ അവർക്ക് വേണ്ടാതായി. ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട. അവർക്ക് അവൻ അപമാനമായി മാറി. സ്തോത്രം. ഇവിടെയൊക്കെ കാണുന്നതാണ്, അവനെ ഒതുക്കാൻ അവർ ചങ്ങലയിട്ടു. എന്നാൽ അവൻ ആ ചങ്ങലയെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇട്ട ചങ്ങലകൾ പിശാച് പൊട്ടിച്ചിട്ട് അതിനേക്കാൾ വലിയ ചങ്ങലയിട്ട്, അദൃശ്യ ചങ്ങലയിട്ട് അവനെ പൂട്ടി. മനസ്സിലാകുന്നുണ്ടോ? ഈ ചില ഇതൊക്കെ പോകുമ്പോൾ സ്വതന്ത്രമായി നമുക്ക് തോന്നും, പക്ഷെ അദൃശ്യ ബന്ധനങ്ങളുണ്ട്. അതൊക്കെ ഇരിക്കുന്ന അഭിഷേകർക്ക് മനസ്സിലാകും. അതിനോടാണ് നമ്മുടെ പോരാട്ടം, അതിനോടാണ് നമ്മൾ പോരാടുന്നത്. സുവിശേഷത്താൽ നമ്മൾ യുദ്ധം ചെയ്യുന്ന ദൃശ്യശക്തികളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതാണ് വേദവസം പറഞ്ഞ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അല്പസമയം ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് കെട്ടിയ ചില കെട്ടുകൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം അതാണ് സുഹൃത്തെ.
ഞാൻ പറഞ്ഞല്ലോ, പിശാച് കുടുംബങ്ങളെ തകർക്കും, വ്യക്തികളെ തകർക്കും, നിത്യത്തിലെത്താതിരിപ്പാൻ എല്ലാം ചെയ്യും. ആയുസ് തികയും മുമ്പ് നിന്നെ നശിപ്പിക്കാൻ നോക്കും. ഇതൊക്കെ പിശാചിന്റെ പ്രവൃത്തികളാണ്. ഞാൻ പണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്. ഇത് സംഭവമാണ്. ഒരു ദൈവദാസൻ ഇന്നും അവരുടെ കുടുംബത്തിൽ ചിലർ ജീവിച്ചിരിപ്പുണ്ട്. ദൈവദാസന്മാരുണ്ട്, സുവിശേഷകരുണ്ട്. അതേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുമളി ഭാഗത്തെ ഒരു കുടുംബം തടഭാരം കയറിയിട്ട് വീട്ടാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ അപ്പൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. വലിയ കടഭാര നിമിത്തം വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ എല്ലാം തകർന്നു, എല്ലാം ഇല്ലാതായി. അദ്ദേഹം വിഷം വാങ്ങി മടുക്കുത്തിൽ വെച്ച് വന്നു. വൈകുന്നേരത്തെ അത്താഴക്കാലത്തിൽ കലക്കാൻ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളെ കൊന്നായാലും ചാവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ഒരു 5:30-6 മണി ആയപ്പോൾ ആ വഴിക്കൂടെ ഒരു ദൈവദാസൻ പോകുകയാണ്, ഒരു സുവിശേഷകൻ. അദ്ദേഹം തുണിസഞ്ചിയിൽ ലഘുലേഖ നിറച്ച് വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന ആളാണ്. വലിയ വേദശാസ്ത്ര ഡിഗ്രി ഒന്നും ഉള്ള ആളല്ല. പക്ഷെ ഈ വീടിൻ്റെ വാതിലൂടെ പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദൈവദാസനോട് പറഞ്ഞു, മകനെ, നീ വീട്ടിൽ കയറി പ്രാർത്ഥിക്കണം, എനിക്ക് ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട്. അദ്ദേഹം 5:30 മണി കഴിഞ്ഞു. അദ്ദേഹം അവിടെ കയറാൻ തിരിച്ചു. ലാസ്റ്റ് വീടാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഇവിടെയുള്ള ദൈവദാസന്മാരോട് ദൈവമക്കളോടും പറയാം, നിനക്ക് വലിയ വേദശാസ്ത്ര ഡിഗ്രി ഒന്നുമില്ലേലും ദൈവശബ്ദം കേൾക്കാനുള്ള കാത് നിനക്കുണ്ടോ, അനുസരിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ, ദൈവം നിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആവശ്യം പ്രശസ്തരെയല്ല, വിശ്വസ്തരെയാണ്. ഈ ദേവദാസനോടെ കടന്നു ചെന്നു. അല്പനേരം സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന നമ്മുടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് കുടുംബത്തോട് ഇടപെട്ടു. പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഈ സ്കൂൾ മാഷ് പൊട്ടിക്കലർഞ്ഞു. അയാൾ പറഞ്ഞു, പാസ്റ്റർ, ഈ വൈകിട്ട് 5:30 മണി 6 മണിയായ സമയത്ത് നിങ്ങളെ എൻ്റെ വീട്ടിൽ അയച്ചത് ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഈ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ നാളെ ഈ നാട് ഞെട്ടുമായിരുന്നു. ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊന്ന ഞാനും ചത്ത എൻ്റെ ഭാര്യയും കാകാൻ തീരുമാനിച്ച് വിഷവും വാങ്ങിച്ച് വന്നതാ. അത്താഴക്കളത്തിൽ ഭാര്യ അറിയാതെ കുഞ്ഞുങ്ങളറിയാതെ വിഷം കലക്കാൻ തീരുമാനിച്ചതാ. പക്ഷേ എൻ്റെ ഇരിപ്പും എഴുന്നേൽപ്പും അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇത്രയൊക്കെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞങ്ങൾ വിളിച്ചു പറയാം, ദുഷ്ടപിശാച് വരുന്നതിനെ ബന്ധിക്കാനാണെങ്കിൽ യേശു കർത്താവ് വരുന്ന ബന്ധനത്തെ അറുത്തുവിടുവാനാണ്. ദുഷ്ടപിശാച് വരുന്നതിനെ ശപിക്കാനാണെങ്കിൽ യേശു കർത്താവ് വരുന്ന ശാപത്തെ ഈ രാത്രി അനുഗ്രഹമാക്കി മാറ്റാനാണ്. ദുഷ്ടപിശാച് വരുന്ന നിന്റെ ജീവനെ കയ്യേറ്റം ചെയ്യുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്ന സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. എത്ര കുടുംബങ്ങളെ സുവിശേഷത്താൽ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ആ സുവിശേഷമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ 1 പിശാച് ചെയ്തത്, 2 സമൂഹം ചെയ്തത്. അവനെ അവർ ഓടിച്ചു കളഞ്ഞു. അവൻ്റെ വീട്ടുകാർക്കൊരു ഭാരമായി. അവനെ ആർക്കും ഒതുക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ അരികിലേക്കാണ് ആര് വന്നത്? യേശു കർത്താവ്. നിങ്ങൾ ആ പാദം ചിന്തിച്ചാൽ ഈ രാത്രിയിലത്തെ കാറ്റ് എല്ലാം അതിജീവിച്ചുകൊണ്ട്, രാത്രിയിലത്തെ കൊടുങ്കാറ്റിനെയും തിരമാലയും അതിജീവിച്ച് യേശു അവിടെ വന്നത് ഈ ഒരുത്തനെ തേടിയാ. അവനെ സൗഖ്യമാക്കിയിട്ട് യേശു മടങ്ങിപ്പോയി, ഇല്ലേ പാസ്റ്റർ? സ്തോത്രം. ഈ കൺവെൻഷൻ വെച്ചത് ഒരുത്തൻ്റെ വിടുതലായിരിക്കും, ഒരു കുടുംബത്തിൻ്റെ വിടുതലായിരിക്കും. നമ്മുടെ കർത്താവ് ഒന്നിന് കൊടുക്കുന്ന വില വലുതാ. ഒരുവൻ തെറ്റിപ്പോയാൽ, ഒരാട് പോയാൽ 99 വിട്ടിട്ട് ഒന്നിനെ തേടി വരുന്നവനായ യേശു. നോക്കിയേ, സെമിത്തേരിൽ വസിക്കുന്നവനെ, വസ്ത്രം ധരിക്കാത്തവനെ, മുടിയും തടിയും വീട്ടി വളർത്തിയവനെ, വീട്ടുകാർക്ക് വേണ്ടാത്തവനെ, നാട്ടുകാർക്ക് വേണ്ടാത്തവനെ, കല്ലെടുത്ത് തനിയെ ഇടിച്ച് ചതയ്ക്കുന്നവനെ, ശരീരം നെണ്ണിപ്പിക്കുന്നവനെ, കുളിക്കാത്തവനെ, നനയ്ക്കാത്തവനെ തേടി യേശു വന്നു. ഒരാളെ തേടി യേശു വന്നു. ഈയിടെ ആരോ പ്രസംഗിക്കുന്നത് കേട്ടു, ഈ ഭൂമിയിൽ മറ്റൊരു മനുഷ്യനുമില്ലായിരുന്നെങ്കിലും, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നെങ്കിലും എന്നെ തേടി എൻ്റെ യേശു വന്നേനെ. അതാണ് ക്രൂസിലെ സ്നേഹം. ഈ ഭൂമണ്ഡലത്തിൽ നീ എന്നൊരുത്തനെ ഉണ്ടായിരുന്നുള്ളേലും നിന്നെ തേടിയവൻ വന്നേ. ഒന്ന് കൈ ഉയർത്തിയാട്ടെ ശക്തിയോട്. 2 വാക്യങ്ങൾ വായിക്കണം.
നിങ്ങളോടുള്ള ദൂതുണ്ട് അതിനകത്ത്. ഒന്ന്, യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം 17-ാം വാക്യവും യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 14-ാം വാക്യവും. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം 17-ാം വാക്യം. പെട്ടെന്ന് വായിച്ചാട്ട്. യിരെമ്യാ 30:17. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Your disqualification, your qualification. നിന്റെ അയോഗ്യതകളാണ് ദൈവസ്ഥലം നിന്റെ യോഗ്യത. മനസ്സിലായില്ലേ? നീ ഒറ്റപ്പെട്ടവനും തള്ളപ്പെട്ടവനും ആർക്കും വേണ്ടാത്തവനുമാണോ? കർത്താവിന് നിന്നെ വേണം. ആർക്കും വേണ്ടാത്തവനെ വേണ്ട ഒരുവനുണ്ട്, അവനാണ് നാം സേവിക്കുന്ന കർത്താവ്. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഇനിയും യെശയ്യാ 59-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 14-ാം വാക്യം. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു. സത്യം വീതിയിൽ ഇടറുന്നു. നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി. ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട്, പദവനിക്ക് ഭയങ്കര സിസ്റ്റമാ. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായ നിമിത്തം അവൻ അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ കൈയൊന്ന് ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. കൈകളൊന്ന് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവമക്കളെ, നിനക്കാരുമില്ലെങ്കിൽ നീ രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ആരെല്ലാം നിന്നെ കൈവിട്ടാലും അവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. നിന്റെ കുടുംബത്തെ ആരൊറ്റപ്പെടുത്തിയാലും നിന്നെ ആര് കൈവിട്ടാലും നീ ആരുമില്ലാത്തവനാണെങ്കിൽ ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കുമെന്ന്. എല്ലാവരും കുഞ്ഞെ നിന്നെ ഏതിൻ്റെയൊക്കെയും പേരിൽ ഒറ്റപ്പെടുത്തിയെങ്കിൽ ആരുമില്ലെന്ന് കണ്ടിട്ട് ദൈവത്തിൻ്റെ കരം തന്നെ അവന് വേണ്ടി പ്രവർത്തിച്ചു. നോക്കൂ, ആർക്കും വേണ്ടാത്തവനെ തേടി, എല്ലാവരാലും തള്ളപ്പെട്ടവനെ തേടി യേശുവോടെത്തി. രാത്രി ഞങ്ങൾക്ക് മുടിയൂർ കാണൻകാരോട് പറയാനുള്ളത്, ആർക്കും വേണ്ടാത്തവനെ വേണ്ടി ഒരുവനുണ്ട്, എല്ലാവരാലും തള്ളപ്പെട്ടവനെ ഉപയോഗിക്കുന്ന ഒരുവനുണ്ട്. ശക്തിയുടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. യേശു കർത്താവ് ചെയ്തത്, യേശു അത്ഭുതത്തെ ശാസിച്ചു. അപ്പോൾ അവർ ദൈവസ്ഥലം ബാധി വെക്കുകയാണ്. എന്ന് വായിച്ചോ, ആ ഭാഗങ്ങളൊന്ന് വായിച്ചാട്ട്. അതിൻ്റെ ഭൂതത്തിൻ്റെ അപേക്ഷ, ദൈവത്തോടുള്ള അപേക്ഷ. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഭൂതം കയറിയവൻ യേശുവിനെ വിളിച്ചത് എന്താണ്? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, അല്ലെങ്കിൽ സാക്ഷാൽ ഭൂതം. 6000 ഭൂതങ്ങളുണ്ട് അവൻ്റെ അകത്ത്. അവൻ വിളിച്ചതാണ് മഹോന്നതനായ ഭൂതം വിളിച്ചു മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. ഭൂതം കയറിയവർ യേശുവിനെ വിളിച്ചു ബെൽസബൂലെ. ദിവസന്മാരെ, ഈ ഭൂതത്തിന് അഭിഷക്തന്മാരുടെ വില അറിയാം, ഭൂതം കയറിയവൻ അറിയത്തില്ലേ? അതാ സത്യം. ഭൂതങ്ങൾക്കറിയാം ദൈവദാസന്മാരുടെ വില. ചില ഭൂതം കയറിയ നാട്ടുകാർക്കും അറിയില്ല, വിശ്വാസിക്കും അറിയത്തില്ല. നിങ്ങൾ സ്വതന്ത്രമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വടക്കേണ്ടിലൊരു ക്ലാസ് എടുത്തപ്പം പറഞ്ഞു, ദൈവദാസന്മാരെ, നിങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നതൊക്കെ അതൊക്കെ പറയണ മുറുക്കം തന്നെ പറഞ്ഞേക്കാം, അവിടുന്ന് വിറയ്ക്കുക. കാരണം നിന്റെ അകത്തുള്ള വ്യാപരിക്കുന്ന ശക്തി നീ വഴിയിലൂടെ പോകുമ്പോൾ അവന് മനസ്സിലാകും. അഭിഷേകമുള്ള ദൈവകൃപയുള്ള ഒരുവൻ വഴിയിലൂടെ പോകുമ്പോൾ അന്ധകാര ശക്തികൾ അവിടെ നിന്ന് വിറയ്ക്കും. എത്രവർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? മനസ്സിലായോ? കാരണം നിന്നോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. കൈ ഉയർത്തി പറ, നിന്നോടുകൂടെ ഉള്ളവൻ അവനോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. യേശുവിനെ കണ്ടപ്പോഴേ അവൻ വിറയ്ക്കാൻ തുടങ്ങി. ഉപദ്രവിക്കല്ലെന്ന് പറഞ്ഞു. യേശു ശാസിച്ചു. യേശു കൈനീട്ടിയില്ല, മുടിക്ക് കുത്തിപ്പിടിച്ചില്ല, ഇന്നത്തെ ഒരു പ്രയോഗവും കർത്താവ് നടത്തി.
നമ്മൾ ഈയിടെ ആരോ പറഞ്ഞിട്ട് നമ്മുടെ ഈ ശാസനയൊക്കെ കണ്ടാൽ തോന്നും നമ്മുടെ ശാസനയുടെ ശക്തി കൊണ്ടാവും പോകുന്നത്. സ്വത്രം. നാളെ ഇവിടുത്തെ ഭൂതം കയറിയപ്പം ഒത്തിരി പേര് വന്ന് ശാസിച്ചു. എന്നിട്ട് പോകാതെ വന്നപ്പോൾ ഒരു ബൈബിൾ കോളേജിലാണ്. അപ്പം പിശാച് ബൈബിൾ കോളേജിൽ കയറി വന്നാൽ എവിടെയും കയറുക അവസരം കൊടുത്താൽ. പിന്നെ കമ്മിറ്റിയൊക്കെ ഉള്ളപ്പം പുള്ളി നേരത്തെ വരും, മറക്കരുത്, ജലപൊടിയൊക്കെ ഉള്ളപ്പം. അതുകൊണ്ടൊരു ദിവസം കമ്മിറ്റി ഉള്ളപ്പോൾ ഒരമ്മച്ചി പ്രാർത്ഥിച്ചു, പഴയ അമ്മച്ചി, കർത്താവേ സാത്താൻ തൻ്റെ സൂത്രം ഓണാക്കും മുമ്പ് നീ അതങ്ങ് ഓഫാക്കണേന്ന് പ്രാർത്ഥിച്ചോണേ. അമ്മച്ചിമാരെ കമ്മിറ്റിയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോണം, സാത്താൻ തൻ്റെ സൂത്രം ഓണാക്കും മുമ്പ് നീ അങ്ങ് ഓഫാക്കണേന്ന്. സൂത്രം വിജയ് എവിടെയും കയറും. അവൻ വടക്കേണ്ടില്ല മലയാളത്തിലൊക്കെ ശാസ്ത്രം ഉക്കാതെ വന്നപ്പോൾ അവസാനം പുള്ളി പോയില്ലെന്ന് കണ്ടപ്പോൾ ഒരു ഇംഗ്ലീഷ് വന്നു, ഐ കാസ്റ്റ് ഔട്ട് ഡീമൺ എന്നൊക്കെ പറഞ്ഞു. പുള്ളി വിചാരിച്ച ഇംഗ്ലീഷ് സാത്താൻ പേടി. എടാ നിൻ്റെ ഏതെല്ലാം ഭാഷ അവൻ അറിയാവുന്ന, നിനക്ക് ഇംഗ്ലീഷിലേലും ഹിന്ദിയിലേലും നിൻ്റെ മേലാഭിഷേകം വ്യാപിക്കുന്നെങ്കിൽ നമ്മുടെ അപ്പച്ചന്മാർ പഴയ 2ാം ക്ലാസ്സുകാരായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിശാച് എന്ന് പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ അലറിയോടിയെങ്കിൽ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിനക്ക് അവൻ മേൽ അധികാരം ദൈവം തന്നെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല. കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാണ് യേശു അതിനെ ശാസിച്ചു. അപ്പൊ അവർ ഡിമാൻഡ് വെക്കുന്നുണ്ട്, അവരുടെ റിക്വസ്റ്റ്. അവർ പറഞ്ഞു, ഞങ്ങളെ ദൂരോട്ട് അയക്കല്ല, പിന്നെ ഞാൻ കഴിയണം, അടുത്ത പന്നിക്കൂട്ടമുണ്ട്, ആ പന്നിക്കൂട്ടത്തിലേക്ക് നിങ്ങളെ അയക്കണം. ഇവിടെ 3 അപേക്ഷകൾ കാണാം. 1 ഭൂതത്തിൻ്റെ അപേക്ഷ, 2 പന്നികളുടെ ഉടമസ്ഥൻ്റെ അപേക്ഷ, 3 സൗഖ്യമായൻ്റെ അപേക്ഷ. അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ ഇവനെ ഈ ഭൂതം വിട്ടുകഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, അവന് സുബോധം വന്നു, അവൻ സുബോധം പ്രാപിച്ചു. മുടിയൻ പുത്രനും ഇല്ലായിരുന്ന സുബോധമാണ്. മടങ്ങി വന്നപ്പം ബോധം, ചിലർക്ക് ബോധമുണ്ട് പക്ഷെ എന്തോ ഇല്ല സുബോധം. അതിൻ്റെ തെളിവാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായ പഴുതിയൊക്കെ ഈ വഴി കിടക്കുന്ന പട്ടി വന്ന് നക്കുകയും ഛർദ്ദിച്ച് കിടക്കുകയും ചെയ്യും. പിള്ളേർ കോളേജിൽ പോകുമ്പോൾ കാണും. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കൊച്ചിന് കല്യാണം നടക്കണമെന്നും ഈയിടെ ആരണ്ട് പറഞ്ഞൊരു കിഡ്നി വിട്ട് കുടിച്ചെന്ന്, ബ്ലഡ് കൊടുത്ത് കുടിക്കുക. അവന് കൊച്ചിന് കല്യാണം നടക്കണം, കാരണം ബോധമുണ്ട്, സുബോധം. സുവിശേഷം സുബോധം വരുത്തുന്നതാണ്. സ്തോത്രം. അപ്പം അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, അവന് സുബോധം പ്രാപിച്ചു, പിന്നെ അവൻ വസ്ത്രം ധരിച്ചു, പിന്നെ അവൻ സാക്ഷിയായി. പിന്നെ അവന് വന്ന മാറ്റം നാട്ടുകാരറിഞ്ഞു. ഈ നിനവേക്കാർ മാനസാന്തരപ്പെട്ടത് അവിടെ പ്രവൃത്തിയിൽ അറിഞ്ഞു. നിന്റെ മാനസാന്തരം ലോകം തിരിച്ചറിയണം. കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞാട്ട് ഉണ്ടോ? ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ യേശു രൂപാന്തരപ്പെടുത്തും. യേശുവിൻ്റെ സുവിശേഷം രൂപാന്തരപ്പെടുത്തും. ഞങ്ങൾ ഇന്ന് രാത്രി വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആർക്കും മാറ്റം വരുത്താത്തൊരു മോൻ നിനക്കുണ്ടോ, ഒരു മോൾ നിനക്കുണ്ടോ, ഒരു അപ്പൻ നിനക്കുണ്ടോ, ഒരാങ്ങളയുണ്ടോ, അവനെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. സ്തോത്രം. അപ്പം അവൻ വസ്ത്രം ധരിച്ചു. ഞാൻ ഈ നോഹയുടെ കാലം വർഷങ്ങളായി പ്രസംഗിക്കുന്ന, അപ്പം ഞാൻ പറയും, ഈ മുടിയം ഇവന് ഈ ഗദരദേശത്തെ ഭൂതരസ്ഥന് സൗഖ്യം വന്നപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ച എന്നാ പറമോളെ, വസ്ത്രം. ആദ്യം അന്വേഷിച്ച് അതുവരെ ഉടുതുണിയില്ലാതെ നടന്നവനാ. ഇപ്പം അവന് വസ്ത്രം. അപ്പം ഈ വസ്ത്രധാരണത്തിൽ കാണിക്കുന്ന അലംഭാവം ഒരു തരം ലഘ്യോപാതയാണ്, അല്ലേ? എന്തോ പിള്ളേരോട് ചോദിച്ചു നോക്കി, ഇറങ്ങാനൊക്കെ. ഇപ്പോൾ ടി വി തുറന്നാൽ മുട്ടുസൂചി മുതൽ കമ്പ്യൂട്ടർ വരെ വിൽക്കാൻ അമ്മയുടെ ഉദരവത്തിൽ നിന്ന് ഉരുവായ പടുതി അല്പാൽപ്പ വസ്ത്രവും ധരിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു വലിയ ടയറിൻ്റെ പരസ്യമാണ്. ടയറിൻ്റെ പരസ്യം തേടാൻ ഒരു പെണ്ണ് ഇത്രയും തുണി എടുത്തുകൊണ്ടിരിക്കുന്നു. അല്ല, എന്തിന് ഈ ടയറിൻ്റെ പരസ്യത്തിന്? അപ്പം ഈ ഏതനിലെ പിശാച് ഇപ്പോഴെ പെൺപിള്ളേർ പിടിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പബ്ലിക് പ്ലേസിലൊക്കെ സിനി ആർട്ടിസ്റ്റുകൾ, സിനിമാ നടികൾ വരുന്നത് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട്, എന്നാൽ ആണുങ്ങൾ വരുന്നതോ ഇന്ന് പറവാസ്ത്രേ, ടൈയും കോട്ട് കിട്ടി, കണ്ടോ? മറ്റവരെന്തോ വരുന്നു. പിന്നിപ്പോൾ അതൊന്നും ഇല്ല. അപ്പം ഈ വസ്ത്രധാരണത്തിൽ കാണിക്കുന്ന അലംഭാവം ഒരുതരം ലഘ്യോമാതയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സിനിമാ നടിമാർക്ക്
ഇവിടുത്തെ പരസ്യ മോഡലുകൾക്ക് ലഗ്യോം കയറിയിരിക്കുക. പാഷന്റെ പേര് പറഞ്ഞ് നീ അത് ഒപ്പിയെടുക്കരുത്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, 2 അഭിഷേകങ്ങൾ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ദൈവിക അഭിഷേകം, 2 സാധാന്യ അഭിഷേകം. ഒരു മണവാട്ടി ദൈവസഭ ഒരുക്കപ്പെടുന്നു, മറ്റൊരു മണവാട്ടി ആന്റി ക്രൈസ്റ്റിനായി ഒരുക്കപ്പെടുന്നു. ആർക്കുള്ളതെന്ന് വേഗം വെളിപ്പെടാൻ പോകുകയാ. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആത്മീയലോകത്തെ അധപ്പതനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് തലയിൽ തുണിയിടാതെ പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്ന സ്ത്രീകൾ തലയെ അപമാനിക്കുന്നെന്ന്. ഇപ്പൊ അതൊക്കെ ഭയങ്കര വലിയ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി മാറി. തലേ തുണിയിടുന്നു, ടിവിയിലും അല്ലാതെയൊക്കെ ഇപ്പൊ എന്തൊക്കെയാ കാണിക്കൂട്ടുന്നത്. ദൈവത്തിന്റെ വചനം കാലങ്ങൾ കഴിഞ്ഞാലും മാറാത്തതാണ്. നിനക്ക് സൗകര്യമായി മാറ്റാവുന്നല്ല ദൈവത്തിന്റെ വചനം. അത് സ്വർഗത്തിൽ എന്നേക്കും അടിസ്ഥാനപ്പെട്ടതാണ്. പിന്നെന്തിനും ന്യായീകരണങ്ങൾ കൊണ്ടുവരുമല്ലോ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു. എന്നിട്ട് 3 റിക്വസ്റ്റുകൾ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കണം, സമയം പോകുകയാണ്. ഒന്നാമത്തെ റിക്വസ്റ്റ് ഭൂതത്തിന്റെ അപേക്ഷയാണ്. എന്താ ഭൂതം അപേക്ഷിച്ചത്? ഞങ്ങൾ ഈ പന്നിക്കൂട്ടത്തിൽ കയറിക്കോട്ടെന്ന്. ആ അപേക്ഷ ദൈവം സാങ്ഷൻ ആക്കി കൊടുത്തു. പന്നിക്കൂട്ടത്തിൽ കയറിക്കോളാൻ പറഞ്ഞു. 2ാമത്തെ അപേക്ഷ പന്നികളുടെ ഉടമസ്ഥൻ്റെതായിരുന്നു. അവരെല്ലാം കൂടെ പറഞ്ഞു ദൈവത്തെ ഓർത്ത് നീ ഗ്രൗണ്ട് വിട്ടു പോകണം, പ്ലേസ് വിട്ടു പോകണം, നീ ഇവിടം വിട്ടു പോകണം. സുബോധം വന്നവൻ പറഞ്ഞു എന്നെയും കൂടെ കൊണ്ടുപോകണേന്ന്. ഞാനിവിടെ നിൻ്റെ കൂടെ വരട്ടെ. 3 അപേക്ഷ ഒന്നുകൂടെ പറയാം. പന്നിക്കൂട്ടത്തിൻ്റെ അപേക്ഷ, ഭൂതത്തിൻ്റെ അപേക്ഷ പന്നിക്കൂട്ടത്തിൽ കയറിക്കൊള്ളട്ടെ. നാട്ടുകാരുടെ അപേക്ഷ ഞങ്ങളെ വിട്ട് പോകണം. സൗഖ്യമായവൻ്റെ അപേക്ഷ ഞാനും അങ്ങയുടെ കൂടെ വന്നോട്ടെ. സ്തോത്രം. കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. സുബോധം കിട്ടിയവൻ യേശുവിൻ്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുറേ വേണ്ട സുബോധം പോയി. അവർ ഓടിച്ചു വിടുകയാണ് യേശുവിനെ. സുവിശേഷത്തെ ഓടിച്ചു വിടും. സുവിശേഷകരെ ഓടിച്ചു വിടുന്നവർ, സുവിശേഷം എതിർക്കുന്നവർ, അവരെ പടക്കുമൊന്നും വേണ്ട, അവർ വ്യാപരിക്കുന്ന ആത്മാവ് വേറെയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ പുതിയ ശിഷ്യൻ 2 അപേക്ഷകൾ സാങ്ഷനാക്കിയ കർത്താവ് ഈ പുതിയ ശിഷ്യന്റെ അപേക്ഷ നിരസിച്ചു. ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ എൻ്റെ സാക്ഷിയാകുക. നീ നിന്റെ വീട്ടിൽ പോയി ഞാൻ നിനക്ക് ചെയ്തതിനെ കുറിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മളെ ദൈവോടാക്കിയിരിക്കുന്നവന്റെ സാക്ഷിയാകുവാനാണ്. ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. അതെ, വിടുതൽ ലഭിച്ചവൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാൻ അങ്ങയെ അനുഗമിക്കട്ടെ, ഞാൻ അങ്ങയുടെ കൂടെ പോരട്ടെ. നമ്മുടെ ലക്ഷ്യം എന്താ? ഒന്ന് അവനെ അനുഗമിക്കുക. ഹല്ലേലൂയ. അങ്ങയെ അനുഗമിക്കണം, അങ്ങയുടെ കൂടെ ഇരിക്കണം. ഇതാണ് വിടുതൽ ലഭിച്ചവന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവങ്ങളോട് പറയാം, നിന്നെ തമ്പുരാൻ രക്ഷിക്കപ്പെട്ടപ്പോഴേ സ്വർഗത്തിൽ കൊണ്ടുപോകാതെ ഇവിടെ ഇട്ടിട്ട് പോയത് അവന്റെ സാക്ഷിയാകാനാണ്. എവിടെ? യേശുവിനെ ഓടിച്ചു കളഞ്ഞിടത്ത്, യേശുവിനെ തള്ളിക്കളഞ്ഞിടത്ത്, യേശുവിനെ അപമാനിച്ചിടത്ത് അവന്റെ സാക്ഷിയാകുവാൻ നമ്മെ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവന്റെ സാക്ഷിയാകുക. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം കർത്താവ് നമ്മെ അവൻ്റെ അടുക്ക കൊണ്ടുപോകും. എത്ര പേർക്ക് കൈ ഉയർത്തി വാക്കിയൊന്ന് ശക്തിയോട് സ്തോത്രം പറയുവാൻ കഴിയും? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ, കൈയടിച്ച് പാടിക്കേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതി ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടും. സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യാം. പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യാം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ
ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമോ നീളമതിൻ വീതിയോ യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമോ നീളമതിൻ വീതിയോ യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരം തുടരുമേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും പ്രത്യാശയോടിതാ ഭക്തരം തുടരുമേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും. ഒരു ഭക്തന്റെ ആഗ്രഹം അങ്ങേ അനുഗമിക്കണം, അങ്ങയോടുകൂടി ഇരിക്കണം. ശ്രദ്ധിക്കൂ, എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. യേശുവിനെ അനുഗമിക്കുക, അവിടുത്തോടുകൂടി ഇരിക്കുക. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. 23-ാം സങ്കീർത്തനം 6-ാം വാക്യം, പ്രൈസ് ലോർഡ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ അവൻ്റെ മന്ദിരത്തിൽ ദീർഘകാലം വസിക്കും. സ്തോത്രം. 73-ാം സങ്കീർത്തനം 24-ാം വാക്യം, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, നിന്റെ വലങ്കരം എന്നെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. After that, enter into eternal glory. ഈ ഭൂമിയിൽ നിന്റെ കരം എന്നെ പിടിക്കുന്നു, ഇവിടുത്തെ വാസം കഴിഞ്ഞാൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. 2 വാക്യം വായിക്കണം സിസ്റ്ററെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. യോഹന്നാൻ 12:26. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. പെട്ടെന്ന് വായിച്ചാട്ടെ. യെസ്, അതിനെ കുറിച്ചെന്നല്ലോ. സ്തോത്രം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. കണ്ടോ, ഈ താൽക്കാലിക വിടുതൽ മാത്രമല്ല, നിന്റെ ഭൂതത്തെ അഴിക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്, നിന്നെ നിത്യത്തിലെത്തിക്കുക എന്നുള്ള പദ്ധതിയാണ്. ഞാൻ ഈ സുവിശേഷ യോഗം കൊണ്ട് നടക്കേണ്ടത് ഭൂതശാന്തി മാത്രമല്ല, രോഗശാന്തി മാത്രമല്ല, പാപശാന്തി കൂടെയാണ്. നിത്യത്തിലെത്തുക. യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ തലകറക്കം മാറ്റാൻ വേണ്ടി മാത്രമല്ല, നടുവേദന മാറ്റാൻ വേണ്ടിയല്ല, നമ്മെ നിത്യത്തിലെത്തിക്കാൻ വേണ്ടിയാണ്. അതാ ആത്യന്തിക ലക്ഷ്യം. അല്പകാലത്തേക്ക് നമ്മളോട് വസിക്കുന്നു, നമ്മൾ ഒരിക്കൽ നിത്യകൂടാരത്തിലെത്തും. ഇന്നും എന്നേക്കും വേർപിരിയാതെ നമ്മൾ കഴിയും. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം, നമ്മൾ ഒരിക്കൽ അവനോടൊപ്പം വസിക്കും. കണ്ടോ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ഈ ചേമ്പൂച്ചയെ എലിയും പുലിയാകുമെന്നല്ല, നമ്മൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനോട് സദൃശന്മാരാകും. യേശു കർത്താവിൻ്റെ തത്തുല്യ രൂപം നമ്മൾ പ്രാപിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം, 1 മുതൽ വായിച്ചാലും കുഴപ്പമില്ല. വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം 21-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്തത്, സിംഹാസനത്തിന്റെ ശബ്ദം ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവിടെ ദൈവമായിരിക്കും. അവനുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒന്ന് കൈ ഉയർത്തി ശക്തിയുടെ സ്വതന്ത്രം പറയാനും. നിത്യതയിൽ അവനോടൊപ്പം വസിക്കുക. കാണുന്നത് താൽക്കാലികമാണ് സുഹൃത്തെ, കാണാത്ത നിത്യമാണ്. യേശു ക്രിസ്തു സർവാധികാരിയാണ്. നിന്റെ രോഗത്തിന്മേലും രോഗിയുടെ മേലും അധികാരമുള്ളവനാണ്. മരണത്തിന്മേലും മരിച്ചവരുടെ മേലും അധികാരമുള്ളവനാണ്. ഭൂതത്തിന്മേലും ഭൂതവാരുടെ മേലും അധികാരമുള്ളവനാണ്. ഒരു വാക്കുകൊണ്ട് പ്രൈസ് ലോർഡ് നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് കഴിയും. എന്നാൽ കർത്താവ് കാൽവറിയിൽ നിനക്ക് വേണ്ടി മരിച്ചത് നിന്നെ നിത്യത്തിലെത്തിക്കാനാണ്. ഞാൻ പറയാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് യേശു ക്രിസ്തുവിന് കുരുടനെ സൗഖ്യമാക്കാൻ, മുടന്തനെ എഴുന്നേൽപ്പിക്കാൻ, പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കാൻ, മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ, യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. പോരെ, ഒറ്റ വാക്ക്. യേശു തൊട്ടില്ല, സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് സൗഖ്യമായി. 10 കുഷ്ഠരോഗി ഇങ്ങോട്ട് വന്നപ്പോൾ യേശു പറഞ്ഞു, പോയി പുരോഹിതൻ നിങ്ങളെ തന്നെ കാണിക്കാൻ. ഈ പുരോഹിതൻ എന്തിനാ കാണിക്കുന്നത്? കുഷ്ഠരോഗി പുരോഹിതനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുഷ്ഠം ഉണ്ടെന്ന് സർട്ടിഫിക്കറ്റ് തരേണ്ടത് പുരോഹിതന്മാരാ. കുഷ്ഠരോഗം മാറിയെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് തരേണ്ട അവരാ. പുരോഹിതന് കാണിക്കാൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളാൻ.
പോകയിൽ തന്നെ സൗഖ്യമായി. കയ്യാട്ടിയില്ല, ശാസിച്ചില്ല, ഓൺ ദ സ്പോട്ട് സൗഖ്യം. എന്തേ ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ ദൈവത്തിന് എന്താ ചെലവായത്? ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ ഈ അനന്തവിഹായസിലെ സകലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആഴിക്കടിയിലൂടെ ഊളിയിട്ട് പോകുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് സകല ചരാചര എന്തെങ്കിലും ഉണ്ടായി വന്നു. മനുഷ്യ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കാൻ ദൈവത്തിന് ചെലവായത് കേവലം വാക്കുകൾ. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കാൻ വാക്കുകൾ, കുരുടനെ മുടനെ എഴുന്നേൽപ്പിക്കാൻ വാക്കുകൾ, മരിച്ചവനെ എഴുന്നേൽപ്പിക്കാൻ ചില വാക്കുകൾ മാത്രം. എന്നാൽ നഷ്ടപ്പെട്ട മനുഷ്യ, നിന്നെ വീണ്ടെടുക്കാൻ ദൈവത്തിന് ചെലവായത് കേവലം വാക്കുകളല്ല, തന്റെ പുത്രന്റെ ചോരയായിരുന്നു. ന്യായപ്രമാണത്തിന് കഴിയാതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന്റെ സാക്ഷിയിൽ അയച്ചു, ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം, കാൽവറിയാകും. ഈ ആഴ്ചയിലേക്ക് ലോകം കടക്കാൻ പോലെ അത് റോമാകൻ പറ്റിയൊരു തപ്പിതമോ പ്രൈസ് ഒരു രക്തസാക്ഷി മരണമോ അല്ലത് പ്രായശ്ചിത്ത ബലിയായിരുന്നു. അതാണ് ഇത്ര വലിയ രക്ഷ. തൻ്റെ പുത്രനെ തകർത്തൊരുക്കി രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമ്മെ നിത്യതയിൽ യുഗകാലങ്ങൾ അവനോടൊപ്പം വസിക്കാൻ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. അവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവനെ അനുസരിക്കാത്തവനും ജീവനെ കാണുകയില്ല. ഈ ഭൂതശാന്തിയും രോഗാശാന്തിയൊക്കെ പ്രാർത്ഥന കൊണ്ട് നടക്കും. അതല്ല, നിത്യത്തിലെത്തുക എന്നുള്ളതാണ് വലിയ കാര്യം. ഈ സുവിശേഷ യോഗത്താൽ ചിലരുടെ പേര് ജീവസിൽ എഴുതുവാനിടയാട്ടെ. ഒന്ന് കൈ ഉയർത്തി വാതുറന്ന് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറഞ്ഞവർ സമാധാനമെന്നും നിർഭയൊന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവേദന വരുന്ന പോലെ പെട്ടെന്ന് നാശം വരും. ആർക്കും തെറ്റി ഒഴിയാവുന്നില്ല. ഏതാണ്ട് ഒരു മാസമാകുന്നു ഇപ്പം, ഇല്ലേ? ഒരു മാസമായില്ലേ? ഒരു 28-ാം തീയതി കഴിഞ്ഞൊരു 28-ാം തീയതി രാവിലെ 9:30 കഴിഞ്ഞപ്പോൾ TV തുറന്നപ്പോഴാണ് ഇറാനെ ആക്രമിക്കുന്നത്. ആരും ചിന്തിച്ചില്ല അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങുന്നത്. ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? പെട്ടെന്ന് ഈ അസ്വസ്ഥതകൾ, അസമാധാനം എല്ലാം നന്നായിപ്പോയി. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇവിടെ വീഴുന്നു. ഞാൻ കുറേ ദിവസം കൊണ്ട് എൻ്റെ ചർച്ചിൽ കുറേ നാളിന് മുമ്പ് ഈ അന്നിൻ്റെ തലയാഴ്ച ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിച്ചു പാസ്റ്റേ. അവിടെ തുടങ്ങുന്നതാണ്, അതിനുശേഷം ദൈവം ആ ദൂതോട് പറഞ്ഞു നിർത്താം, അബ്രഹാമിനെ പരീക്ഷിച്ചെന്നാൽ. തുടക്കം മലയാളത്തിൽ അതിനുശേഷം എന്നാ. അതിൽ വലിയ മർമ്മമുണ്ട്. ഇംഗ്ലീഷിൽ സംടൈംസ് ലേറ്റർ എന്നാണ്, അല്പനാളിന് ശേഷം. എന്താ അതിൻ്റെ അർത്ഥം? 25 വർഷം. നോക്കൂ, എൻ്റെ മുഖത്തോട് നോക്കൂ. 25 വർഷം അബ്രഹാം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയതാണ് ആരെ? ഇസഹാക്കിന്. എന്ത് സന്തോഷമായിരുന്നു ആ വീട്ടിൽ, ഇല്ലേ? എന്തുല്ലാസമായിരുന്നു ആ വീട്ടിൽ. പക്ഷേ സംടൈംസ് ലേറ്റർ ആ സന്തോഷം നീണ്ടു നിന്നില്ല. അല്പം കഴിഞ്ഞപ്പം പറഞ്ഞവനെ യാഗമാക്കാൻ ആ വീട് മൂകമായി മാറിയില്ലേ? ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, പ്രൈസ് ദി ലോർഡ്, കാണുന്നൊന്നും ഒരു സന്തോഷവും ശാശ്വതമല്ല. ഇതൊക്കെ പോകാൻ അധിക സമയം വേണ്ട. ഒന്ന് കണ്ടുകൊണ്ട് അഹങ്കരിക്കരുത്, ഒന്നും കണ്ട് നിഗളിക്കരുത്. ഒരു ദിവസമെങ്കിലും ബലത്തോടും സൗഖ്യത്തുമാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണെന്ന് മറക്കരുത്. എല്ലാ സന്തോഷവും മായാൻ അധികം നേരം വേണ്ട. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ മാറിപ്പോകും. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ ഇല്ലാതാകും. നിന്റെ കെട്ടിടത്തിൻ്റെ വലിപ്പവും വസ്തുവിൻ്റെ വിസ്തീർതിയും കാറിൻ്റെ വിലയും കണ്ടൊന്നും അഹങ്കരിക്കരുത്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ ഇല്ലാതാകും. കാണുന്ന താൽക്കാലികമാ സുഹൃത്തേ, കാണാത്ത നിത്യമാ.